നമ്മൾ ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആളുകൾക്കുള്ളൊരു പ്രശ്നം എന്നാൽ പണമില്ല അല്ലെങ്കിൽ സമയമില്ല. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാണ് കൂടുതൽ ട്രിപ്പുകളും ക്യാൻസൽ ആവാറ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാത്ര ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളൊക്കെ ഒരു ലോങ് ട്രിപ്പ് പോകണമെന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹമുള്ള ആളുകളായിരിക്കും. പക്ഷേ പലപ്പോഴും നമുക്ക് ലോങ് ട്രിപ്പ് പോകാൻ സാധിക്കുന്നില്ല. അതിന് പല പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കൂട്ടുകാരൊത്തൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യും, അങ്ങനെ ഒരു ദിവസം ഫിക്സ് ചെയ്യും. പക്ഷേ ആ ഒരു ദിവസം എത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാരണത്താൽ ആ ട്രിപ്പ് അങ്ങ് ക്യാൻസലാവും. ഇതാണ് കൂടുതൽ ആളുകൾക്കും സംഭവിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പുകൾ ധാരാളം പോകുന്ന ആളുകളായിരിക്കും. പക്ഷേ ലോങ് ട്രിപ്പ് എന്നുള്ളത് നമ്മുടെ എന്നും ഒരു സ്വപ്നം മാത്രമായിട്ട് നിൽക്കും. നമുക്ക് ഒരു ലോങ് ട്രിപ്പ് പോയി വരണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്കൊരു ലോങ് ട്രിപ്പ് സക്സസ് ആയിട്ട് പോയി വരാൻ പറ്റുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സമയം, പണം, ആരോഗ്യം. ഈ ഒരു 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ലോങ് ട്രിപ്പ് സക്സസ് ആയിട്ട് പോയി വരാൻ പറ്റുള്ളൂ. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പണമില്ല അല്ലെങ്കിൽ സമയമില്ല. ഈ 2 കാര്യങ്ങൾ പറഞ്ഞാണ് കൂടുതൽ ട്രിപ്പുകളും ക്യാൻസലായി പോവാറ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല ആളുകളും പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പല ആളുകൾക്കും പലതായിരിക്കും. പക്ഷേ നമുക്ക് പണവും അതുപോലെ തന്നെ സമയവും നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ആരോഗ്യം എന്നുള്ള ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് പോയി വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ പോലും ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം കണ്ടെത്തി സമയം കണ്ടെത്തി വരുമ്പോഴത്തേക്ക് നമ്മളെ ആരോഗ്യം ക്ഷയിച്ചിരിക്കും. പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ലോങ് ട്രിപ്പ് സക്സസ് ആയിട്ട് പോയി വരാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് മാത്രം ലോങ് ട്രിപ്പുകൾ പോകാൻ ശ്രമിക്കുക. അതിൽ തന്നെ ഏറ്റവും നേരത്തെ പോയി വരിക. ഒരു 20 to 40 അടിയിലാണ് നമുക്കൊരു പൂർണ്ണ ആരോഗ്യമുള്ളൊരവസ്ഥ. ഇതിൽ തന്നെ ഏറ്റവും നേരത്തെ പോകാൻ ശ്രമിക്കുക. പിന്നെ മാത്രമല്ല, ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം. ഒരു ലോങ് ട്രിപ്പിന് പോയി വരണമെങ്കിൽ ധാരാളം പണം വേണം. പണം എങ്ങനെ സമ്പാദിക്കണം? ഒരു ലോങ് ട്രിപ്പിന് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഒരു ലോങ് ട്രിപ്പിന് പണം സമ്പാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് സമ്പാദിക്കേണ്ടത് എന്നുള്ള രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ചെറിയ ട്രിപ്പുകൾ ധാരാളം പോകുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസങ്ങളിലൊക്കെ നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ധാരാളം പോകും. പോയ സ്ഥലങ്ങളിൽ തന്നെ കൂടുതൽ പോകും. അപ്പോൾ ആ ഒരു പരിപാടി മാറ്റിയിട്ട് പോയ സ്ഥലങ്ങൾ മാക്സിമം 1-2 പ്രാവശ്യം അതിൽ തന്നെ ഫുൾ കവർ ചെയ്ത് പോകാൻ നോക്കുക. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന പണങ്ങൾ എടുത്തു വെച്ച് ഒരു കൊല്ലമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ലോങ് ട്രിപ്പിനുള്ള പണം കണ്ടെത്താൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, കടയിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഒരു മാസത്തിൽ നിശ്ചിത തുക എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു 500 രൂപയെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ട്രിപ്പിനുള്ള പണമായി. ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു ലോങ് ട്രിപ്പിന് പ്ലാൻ ചെയ്ത് നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ലോങ് ട്രിപ്പ് പോയിരിക്കും. ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ചെക്കന്മാർ, +2 ഡിഗ്രി പഠിക്കുന്ന ചെക്കന്മാരൊക്കെ ട്രിപ്പ് പോകുന്ന ആളുകൾ എനിക്കറിയാം. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോങ് ട്രിപ്പ് എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും പോകാണിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. മെയിനായിട്ട് നമുക്ക് വേണ്ടത് പണമല്ല, പിന്നെ അതുപോലെ സമയമല്ല, ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലോങ് ട്രിപ്പുകളൊക്കെ എല്ലാവരും പോകാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.